നമ്മുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി എൻ്റെ തന്നെ ഒരു മോഡലിനെ ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വില്ലീസിന് വേണ്ടിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മോഡൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചുള്ള ഈ ഒരു ടൈപ്പ് മോഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ വെറും 90 രൂപയ്ക്ക് ഒരു മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണണേ. നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു ഹൈറ്റിൽ, അതായത് എൻ്റെ സെയിം സൈസിൽ ഒരു 3D പ്രിന്റ് എൻ്റെ തന്നെ ഫുൾ കാരിക്കേച്ചർ ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നമ്മൾ ചെയ്യും, അതെല്ലാം നമ്മുടെ വീഡിയോസിൽ പുറകെ വരുന്നതായിരിക്കും. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആയിട്ടിരിക്കുവാണ്. ഫുള്ളി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു സ്കെയിൽ മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ടൈപ്പ് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു ഹെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് ഏകദേശം 2 മാസമായിട്ട് ഞാനത് ഫുൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് മെഷിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷിയയുടെ ഇന്റർഫേസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിവിടെ കുറേ മോഡൽസ് കാണാം കേട്ടോ. അതുപോലെ തന്നെ കുറേ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ നമുക്ക് കാണാം. നമുക്ക് വേണ്ട സാധനങ്ങൾ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇമേജ് ടു 3D ഉണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ അടിപൊളിയാണ് കേട്ടോ. ടെക്സ്റ്റ് ടു 3D ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് ടു ഇമേജ് ഉണ്ട്, പിന്നെ 3D ടു വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ കുറേ അടിപൊളി മോഡൽസ് നമുക്കിവിടെ കാണാം കേട്ടോ. ഈ കാണുന്നതെല്ലാം തന്നെ മെഷിയയുടെ AI ടെക്നോളജി, ലേറ്റസ്റ്റ് AI ടെക്നോളജി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഡീറ്റെയിലിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ക പ്രോപ്പർ ടെക്സ്ചറിങ്ങും അതുപോലെ തന്നെ എഡ്ജ് ഷാർപ്നെസ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 3D പ്രിന്റിങ്ങിനൊക്കെ പക്കയായിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് 3D മോഡൽ ജനറേഷനും അതുപോലെ തന്നെ AI ടെക്സ്ചറിങ്ങും ഇപ്പോൾ നമ്മൾ ഗെയിം ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയാണെങ്കിൽ ലോ പോളി ഒപ്റ്റിമൈസേഷനും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള മെഷി 6ൽ നാനോ ബനാന ഇന്റഗ്രേഷനും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇമേജ് ടു 3D ക്ലിക്ക് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. ഏതൊരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കും വളരെ ഈസി ആയിട്ട് ഇതിൽ നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മോഡലിൽ 3 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബാച്ച് ഇമേജ് 3D ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു 3D ഉണ്ട്. ബാച്ച് ഇമേജ് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ മോഡൽസിലെ മൾട്ടിപ്പിൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് 3D ആക്കാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് ടു 3D ഒക്കെ നമുക്ക് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതെന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മോഡലിനെ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിത് ഈ ഒരു ഓപ്ഷനിൽ വരുന്നു. നമ്മുടെ ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇതിനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ മെഷി 6 ആണ് കേട്ടോ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുവാണെങ്കിൽ ലോ പോളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഗെയിം ഡെവലപ്മെന്റ്സിന് വേണ്ടിയായിട്ടുള്ള സാധനമാണ് കേട്ടോ. പിന്നെയും താഴേക്ക് വരുന്നു. അതിനുശേഷം മൾട്ടി വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ മൾട്ടിപ്പിൾ വ്യൂസ് ഇത് കണ്ടല്ലോ. ഇത് ഇവർ തന്നെ AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ പുറകിലെ ആ ഹെയറിൻ്റെ ഒക്കെ ഡീറ്റെയിൽ നോക്കി അത് ആ ഫോട്ടോയിൽ കാണാൻ പോലും പറ്റത്തില്ല. പക്ഷേ പ്രോപ്പറായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു റെഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ 3D മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. താഴേക്ക് വരുവാണെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് പോസ് കൊടുക്കാം. അതായത് ഫുൾ ബോഡിക്ക് വേണ്ടിയുള്ള നമ്മളൊരു റെഫറൻസ് ഇമേജ്, ആ പോസിലുള്ള ഏതെങ്കിലും റെഫറൻസ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പോസിൽ നമുക്ക് ഫുൾ ക്യാരക്ടർ നമുക്ക് മോഡൽ ചെയ്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും തൽക്കാലത്തേക്ക് ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ നേരെ താഴേക്ക് വരുന്നു. അതിനുശേഷം ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിന് 20 ക്രെഡിറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ അണ്ടർ 1 മിനിറ്റ്സിൽ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ജനറേറ്റ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടാസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ വെറുതെ സാമ്പിൾ നോക്കിയ കുറേ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം 2 മാസമായിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. കുറേ അടിപൊളി മോഡൽസ് നമ്മുടെ ഗ്യാരേജിനൊക്കെ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇപ്പം നിങ്ങൾക്ക് വേണ്ടി $1, അതായത് ഏകദേശം 90 രൂപയ്ക്ക് നമുക്ക് ഈ മെഷിയയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് പ്രോ ഫീച്ചേഴ്സ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രോപ്പർ സാധനമാണ് കേട്ടോ. പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെ എഡ്ജ് ഷാർപ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3D പ്രിന്റിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ, അതുപോലെ നമ്മുടെ മീശയും താടിയൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ഹെയറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഞാനാണെന്ന് ചെറിയ ഡൗട്ട് വരും. അതിനുവേണ്ടി താഴെ ടെക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഈ ഇമേജ് ആയിരിക്കും കേട്ടോ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മെഷി AI തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. 10 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ ടെക്സ്റ്റർ ചെയ്യുന്നു. അതും അണ്ടർ 1 മിനിറ്റ്സിൽ നമുക്ക് ടെക്സ്റ്റർ ചെയ്ത് കിട്ടും കേട്ടോ. ടെക്സ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടിപൊളി ഫീച്ചർ. ഇത് നോക്കി, പ്രോപ്പർ എൻ്റെ ഫേസ് ഒരു വ്യത്യാസവും ഇല്ലാതെ ഈവൻ എൻ്റെ ആ മറുക് പോലും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ താടിയിൽ കുറച്ച് സ്ഥലം വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതെൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. എന്താണെങ്കിലും സാധനത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. നമുക്ക് 3D പ്രിൻസിന് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാതെയുള്ള ക്വാളിറ്റിയാണ് കേട്ടോ അവർ തരുന്നത്. ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. സ്കിന്നിൻ്റെ ടോണൊക്കെ ആണെങ്കിലും പ്രോപ്പറാണ്. ഈ ഒരു മോഡലിന് നമുക്ക് ഗെയിമിനോ വേറെ എന്തെങ്കിലും മോഡലിങ്ങിനൊക്കെ വേണ്ടി ഇത് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റേർഡ് വേർഷൻ
പ്രിൻറ്റിന് നമുക്കത് പറ്റത്തില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോയിൽ ഈ സൈഡിലൊരു വൈറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തപ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ താടിയുടെ ഈ ഒരു പോർഷൻ അവർ വൈറ്റ് ആയിട്ട് കൊടുത്തത്. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എഡിറ്റ് ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് 3 ഓപ്ഷൻ ഉണ്ട്. അതിനും AI ടെക്സ്ചർ മാപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ AI ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ട പോർഷൻ ജസ്റ്റ് നമ്മളിത് ഇതുപോലെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ റഫായിട്ട് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ, കാരണം നമുക്ക് 3D പ്രിൻ്റ് ആയതുകൊണ്ട് വേറെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് കമാൻഡും കാര്യങ്ങളൊന്നുമല്ല, ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നേനെ. പക്ഷേ ഞാൻ ജസ്റ്റ് റഫായിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഈ സൈഡ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മാനുവലായിട്ട് പെയിൻറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ടൂൾ വെച്ചിട്ട് ഇതേ ജസ്റ്റ് നമുക്ക് വേണ്ട സ്ഥലങ്ങളങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവരുടെ ഇൻ്റർഫേസും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളിത് ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ സിമ്പിളായിട്ട് ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് റീസൈസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൾറെഡി ഇതിൻ്റെ യൂണിറ്റ്സ് വരുന്നത് മീറ്ററാണ് കേട്ടോ. നമുക്ക് മീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് സെൻറ്റിമീറ്റേഴ്സ് കുറച്ച് സൈസ് മതി. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് 6 കൊടുക്കാം. 6 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട ഫോർമാറ്റിൽ കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. നമുക്ക് STL ആണ് വേണ്ടത്. STLലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. പിന്നെ ഇതിന് ഡയറക്റ്റ് നമുക്ക് സ്ലൈസർ സോഫ്റ്റ്വെയറിലേക്ക് വിടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തേർഡ് പാർട്ടി ബ്ലെൻഡറിലേക്കൊക്കെ നമുക്ക് ഇതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ക്രിയാലിറ്റിയുടെ സ്ലൈസറിൽ നമ്മുടെ മോഡലിനെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സ്ലൈസ് ചെയ്യുന്നു. ചെറിയ മോഡൽ ആയതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറാണ് പ്രിൻറ്റിൻ്റെയും കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മുടെ സ്കിൻ ടോൺ തന്നെ വരുന്ന ഒരു കളറാണ് കേട്ടോ. അതാകുമ്പോഴത്തേനും നമുക്ക് അധികം പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. എന്തായാലും പ്രിൻറ്റിങ് നടക്കട്ടെ. ആ സമയത്ത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മളിത് മെഷീനിൽ ഈ 3 ഇമേജസിനെ കൺവേർട്ട് ചെയ്യാൻ പോകും കേട്ടോ. 3D മോഡലായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാവുന്ന പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ബാച്ച് ഇമേജ് നമുക്ക് കുറേ 10 ഇമേജ് വരെ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് 3 ചെയ്യുന്നുള്ളൂ. 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെഷീൻ 6 തന്നെ യൂസ് ചെയ്യുന്നു. അതിനുശേഷം വേറെ ഒന്നുമില്ല. നമ്മളിത് ജനറേറ്റ് പ്രസ് ചെയ്യുന്നു. അതേസമയത്ത് 3 ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ ക്യാരക്ടർ ആരുടെയാണെന്ന് മനസ്സിലായ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റാണ്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഫുൾ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയും നിങ്ങൾക്ക് പരിചയമുള്ള വണ്ടിയായിരിക്കും. മനസ്സിലായ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഫസ്റ്റ് മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാണ്ടയാണ്. സർഫസ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. അതുപോലെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ടെക്സ്ചർ ചെയ്ത് നോക്കിയാലേ ഉള്ളൂ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതവിടെ നടക്കട്ടെ. നമ്മുടെ കാറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കാർ ഇതായിരുന്നു കേട്ടോ, നീല കാറ്. ഇത് ഈ ഒരു വണ്ടിയാണ്. ഡീറ്റെയിലിങ് ഒന്നും പറയാനില്ല, കാരണം ഇത് AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്താന്ന് പറയത്തില്ല കേട്ടോ. നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ കാറ് ശരിക്കും ഒരു കാർട്ടൂൺ ക്യാരക്ടർ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജോമെട്രിയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിങ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ പാണ്ടയുടെ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ടെക്സ്റ്റിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ മാപ്പിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. നമുക്കൊരു ക്യാരക്ടറിനെ കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റിനും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പ്രിൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്രിന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഇനി പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റിൽ നിന്ന് ഈസി ആയിട്ട് റിമൂവ് ആയി പോരും. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്മൂത്ത്നെസ് ഒക്കെ ഫുള്ളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു പാട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കറണ്ട് പോയിരുന്നു കേട്ടോ. നമ്മൾ റെസ്യൂം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാൻഡ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൂ. ഇവിടെയും കുറച്ച് സാൻഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇത് കണ്ണിൻ്റെ ഒക്കെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ടൈം എടുക്കാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സാൻഡിങ് ആണ് കേട്ടോ. സാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിതിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഫേസിൽ സ്കിന്നിൽ വേറെ പെയിൻറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. ഹെയറിൻ്റെ കാര്യമൊന്നും കുഴപ്പമില്ല, കാരണം ആ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് സാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഷർട്ടിൻ്റെ പോർഷൻ വേണം കേട്ടോ. നിങ്ങൾ ടോണിയുടെ ഹെഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെ വേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അവിടെ കൂടെ നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ബാക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതാണ്.
അങ്ങനെ നമ്മുടെ ഇതിൻ്റെ സാൻഡിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സമയം എടുത്തിട്ടോ, കാരണം നമുക്ക് ഈ ഫേസ് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ചെറിയ സ്പേസ് ആയതുകൊണ്ട് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ സ്മൂത്ത് ആക്കി എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നേരത്തെ പോലത്തെയുള്ള ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഫേസിൽ. ഇതുണ്ടല്ലോ, ഈ സ്കിന്ന് വരുന്ന ഇത്രയും സ്ഥലം, ഫേസ് വരുന്ന സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ സ്മൂത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യമാണ് കേട്ടോ പെയിൻറ്റിങ്. നമ്മൾ നോർമൽ കാറ് പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനാണ്. അപ്പോൾ ഇത്രയും ചെറിയ സാധനത്തിൽ നമുക്ക് ഡീറ്റെയിലിംഗ് ഇച്ചിരി അങ്ങോട്ടേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. പെയിൻറ്റിങ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ കുറച്ച് മോഡൽസ് ഒക്കെ ആണ് കേട്ടോ. നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ കുറേ എണ്ണത്തിനൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് നോക്കിയ സാധനം കേട്ടോ. ഈ കണ്ണിൻ്റെ ഡീറ്റെയിൽ ഇട്ടാലാണ് പാട്. ചിലപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സാമ്പിൾ ചെയ്ത സാധനമായിരിക്കും കേട്ടോ ഇതിനേക്കാളും ബെറ്റർ. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കണ്ണിനകത്തുള്ള ഈ വൈറ്റ് സ്പേസ് ആണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പിന്നാണ്. പിന്ന് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഉണങ്ങണം, അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് രണ്ടുപേര് വന്നിട്ടുണ്ട് കേട്ടോ. എടാ ഞാൻ കേട്ടാ, ഇതാരാടി ഇരിക്കുന്നതൊക്കെ? ഇതൊക്കെ ആരാടി? പാപ്പിയാണോടി ഇതല്ല? ഇതിനകത്തെങ്ങനെ അപ്പ ഉണ്ടോന്ന് നോക്കി. സെബിച്ചിന് ഇതിനകത്തെങ്ങനെ ഉണ്ടോന്ന് നോക്കി. ആ നോക്ക്, എടുത്ത് നോക്ക്. അതാരാ? ഇതും പാപ്പി. എന്നാലും നമ്മൾ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് ഞാനാണ് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കാരണം പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അവർ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഷേപ്പ് പറഞ്ഞു. അപ്പോൾ എന്നാലും മെഷി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇത് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇവരെ രണ്ടുപേരും പപ്പേ രണ്ടുപേരും പാക്ക് ചെയ്തോ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് നടക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ നമ്മൾ കൊണ്ടെടുത്തുള്ളൂ. കാരണം നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. ഇനി അടുത്തതാണ് ശരിക്കും എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കേട്ടോ. നമുക്ക് കൃഷ്ണമണി വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഡ്രിൽ ബിറ്റ്, ചെറിയ ഡ്രിൽ ബിറ്റിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്യുവാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ സാമ്പിൾ ചെയ്ത മോഡൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം കറക്റ്റായിട്ട് വന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വൈറ്റ് വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ അത്യാവശ്യം അവിടെ ഇവിടെ വൈറ്റും ബ്ലാക്കും ഒക്കെ അടിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നില്ല, കാരണം ഈ ഒരു ക്ലോസ് ലുക്കിൽ വരുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ഡിഫക്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പെയിൻറ്റിങ്ങും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം ഈ ഒരു റിസൾട്ട് നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാളും ഒക്കെ റിസൾട്ട് നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പെർഫെക്റ്റ് അല്ലെന്ന്, പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സാധനമാണ് പെയിൻറ്റിങ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ ചെയ്ത് ഇമ്പ്രൂവ് ആകും കേട്ടോ. ഇനി ഇതിനകത്തൊരു കുഞ്ഞ് ഡീറ്റെയിലൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതാണ് കേട്ടോ ഒരു ഡീറ്റെയിൽ. അത് നമ്മൾ മുട്ട വെച്ചാണ് ചെയ്യുന്നത്. ഇതുകൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് ആകും കേട്ടോ വർക്ക്. എൻ്റെ മുഖത്ത് ഈ ഇടത് ഭാഗത്തുള്ള ഈ ഒരു മറമാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൂടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ബോഡിയിലേക്ക് അസംബിൾ ചെയ്തിട്ട് നമ്മുടെ വില്ലീസെല്ലാം വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മുടെ ടീഷർട്ടിൻ്റെ പോർഷൻ കയറ്റിയിടുന്നു. ഇതൊക്കെ ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് റൈഡൊക്കെ ചെളിക്കകത്ത് കുളിച്ചാണ് നമ്മുടെ ടോണി വന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനടിയിൽ. അപ്പോൾ ഇത് ഇവിടെ നേരെ കയറ്റിയിടുന്നു. കുറച്ച് ലൂസാണ്. പിന്നെ നമ്മൾ ഫൈനൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെറ്റ് ചെയ്യാം കേട്ടോ.
കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുവാണ് കേട്ടോ. നിങ്ങൾക്ക് ചിരിയാണോ എന്താ വരുന്നത് എന്നുള്ളത് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ടോണിന്ന് വിളിക്കാൻ പറ്റത്തില്ല. ടോണിന്ന് നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ടോണിയെ നമ്മളിവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്യാരക്ടർ തന്നെ ടോണിന് സെറ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ വേറെ കുറേ ക്യാരക്ടേഴ്സിനെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരെയൊക്കെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറൊക്കെ ആക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമുക്ക് ഈ ഫേസിന് സത്യം പറഞ്ഞാൽ എക്സ്പ്രഷൻ ഒന്നുമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫുൾ അഴിച്ചു വെച്ചേക്കുമായിരുന്നു കേട്ടോ. തല തിരിയുന്നതിൻ്റെ ആ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കണം. ഇവിടെ നല്ല ടൈറ്റ് ആക്കി വെക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ അത് ചെയ്യും കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ റൈഡ് പോകുന്നത് അപ്പോൾ ടോണി ആയിരിക്കില്ല. ടോണീനെ നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യും. ഞാനായിരിക്കും കേട്ടോ വില്ലീസ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ മെഷി എന്നുള്ള പ്ലാറ്റ്ഫോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മളൊരു സാമ്പിൾ ചെയ്തതാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് കേട്ടോ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പോലെ ഇതെന്നാന്ന് മനസ്സിലായോ? പണ്ടത്തെ ജീപ്പിൽ ആരും ഇരിക്കുന്നത് നോക്കി. അല്ല, ആരാന്ന് മനസ്സിലായോ? ആരാ മനസ്സിലായോ? ഇത് തലയൊക്കെ തിരിക്കാവുന്ന പോലെയാ. അത് ഇപ്പൊ കണക്ഷൻ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പെയിന്റിങ് ശരിയാ. പെയിന്റിങ് ഇത്രയാണ് ഞാൻ പെയിന്റ് ചെയ്ത് നോക്കിയത് കണ്ടോ. ഇതെല്ലാം പെയിന്റ് ചെയ്ത് നോക്കിയത്. ഇതൊന്നും പെയിന്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയാ കഴിഞ്ഞിട്ട് അവസാനം ഏറ്റവും അവസാനം ചെയ്ത് പെയിന്റിങ് ചെയ്ത്. അത് വേറെ പറഞ്ഞു. അത് വേണേ പപ്പ എടുത്തു. മമ്മിയെ കണ്ടു കാണിച്ചിട്ട് ആരാന്ന് ചോദിക്കും. ഓക്കെ, ആ മനസ്സിലാവായിരിക്കും. അച്ചാച്ചൻ്റെ ഷേപ്പ് പോകുന്നുണ്ടോ ഗൈസ്? ഈ സൈഡിൽ കാണിക്കുന്നതാണോ അവിടെ അച്ചാച്ചൻ? അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മൂത്ത ഏട്ടനാണ്. ശരിയാ നോക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട്. അത് കൊള്ളാം. എനിക്ക് ഇതുവരെ തോന്നുന്നൊരു കാര്യം. അടിപൊളി. അതെ ശരിയാട്ടോ. എന്നാലും അച്ചാച്ചാ, അപ്പോൾ അച്ചാച്ചനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറയാട്ടോ.